എല്ലാവർക്കും നമസ്കാരം. ഹനുമാൻ ചാലിസ പഠനം 7-ാം ദിവസം. ജയ് ശ്രീരാം. ഓം ഹം ഹനുമതേ നമ. ഓം ആഞ്ജനേയായ നമ. ശ്ലോകം 18. ജുഹസഹസ്ര യോജന പരഭാനു ലീല്യോത്താഹി മധുരഫലജാനു. ജുഗസഹസ്ര യോജന പരഭാനു ലീല്യോത്താഹി മധുരഫലജാനു. ജുഗ സഹസ്ര ജോജന പരഭാനു ലീല്യോത്താഹി മധുരഫലജാനു. 1000 യോജനകൾക്കപ്പുറത്ത് നിൽക്കുന്ന സൂര്യബിംബം മധുരഫലമാണെന്ന് കരുതി അങ്ങ് വെറും ലീലയായല്ലേ ചാടിപ്പിടിച്ചത്. അപ്പോൾ ഇവിടെ ആയിരക്കണക്കിന് യോജന. അപ്പോൾ എന്താ ഒരു ദിവസം എഴുന്നേറ്റ് നോക്കിയപ്പം വീട്ടിലമ്മയില്ല. അപ്പോൾ വിശക്കുന്നു. അപ്പോൾ എന്താ നോക്കിയപ്പോണ്ട് നല്ല ചുവന്ന നിറത്തിൽ, നല്ല ചുവപ്പ് കലർത്തിൽ ഇങ്ങനെ ദൂരെ എന്തോ നിൽക്കുന്നു. അപ്പോൾ എന്താ വിചാരിച്ച് നല്ല പഴമാണെന്ന് വിചാരിച്ചാണ്. അപ്പോൾ അതെന്തോ നല്ല പഴുത്ത പഴമാണ്. എന്തൊരു നിറമാണ് അതിന്. അപ്പോൾ ആ പഴത്തെ വിഴുങ്ങാനായിട്ട് ദൂരെ ഒന്നും നോക്കിയില്ല. ആയിരക്കണക്കിന് യോജനകൾക്കപ്പുറത്ത് നിൽക്കുന്ന സൂര്യബിംബം മധുരഫലമാണെന്ന് കരുതി അങ്ങ് വെറും ലീലയായല്ലേ ചാടിപ്പിടിച്ചത് എന്നാണ് ചോദിക്കുന്നത്. കാരണം അത്രയ്ക്കും ബലവും ശക്തിയുമാണ് ആർക്ക്? ഹനുമാൻ സ്വാമിക്ക്. പ്രഭു മുദ്രിക മേലിമുഖമാഹി ജലധി ലാംഘികയെ അചരചിനാഹി. പ്രഭു മുദ്രിക മേലിമുഖമാഹി ജലധി ലാംഘികയെ അചരചിനാഹി. അപ്രകാരമുള്ള അങ്ങ് ശ്രീരാമചന്ദ്രൻ സീതാദേവിക്ക് നൽകുവാൻ അങ്ങയെ ഏൽപ്പിച്ച മുദ്രമോതിരം കടിച്ചു പിടിച്ചുകൊണ്ട് കടൽ ചാടിക്കടന്നതിൽ അത്ഭുതപ്പെടാനില്ല. അപ്പം സൂര്യനെ യോജനകൾക്കപ്പുറം, ആയിരക്കണക്കിന് യോജനകൾക്കപ്പുറമുള്ള അകലെയുള്ള സൂര്യനെ മധുരഫലമാണെന്ന് കരുതി ചാടിപ്പിടിക്കാൻ സാധിച്ചുവെങ്കിൽ അങ്ങനെയുള്ള അങ്ങ് പ്രഭു ശ്രീരാമചന്ദ്രൻ്റെ അപ്രകാരമുള്ള അങ്ങ് ശ്രീരാമചന്ദ്രൻ സീതാദേവിക്ക് നൽകുവാൻ അങ്ങയെ ഏൽപ്പിച്ച മുദ്രമോതിരം കടിച്ചു പിടിച്ചുകൊണ്ട് കടൽ ചാടിക്കടന്നതിൽ അത്ഭുതപ്പെടാനില്ല. അപ്പോൾ സൂര്യനെ ചാടിപ്പിടിക്കാൻ പറ്റുന്ന ഹനുമാന് ശ്രീരാമചന്ദ്രൻ കൊടുത്ത മുദ്രമോതിരം സീതാദേവിയെ കടിച്ചു പിടിച്ചുകൊണ്ട് കടൽ ചാടിക്കടന്നതിൽ യാതൊരു അത്ഭുതവും ഇല്ല. അടുത്തത് 20-ാമത്തെ ശ്ലോകം. ദുർഗമ കാജ് ജഗത്ക ജയത്തെ സുഗമ അനുഗ്രഹ തുമരേ തേത്തെ. ദുർഗമ കാജ് ജഗത്കെ ജയത്തെ സുഗമ അനുഗ്രഹ തുമരേ തേത്തെ. ലോകത്തുള്ള സകല അപകടങ്ങളിൽ നിന്നും രക്ഷിക്കുവാൻ അങ്ങയുടെ അനുഗ്രഹം ഒന്ന് മാത്രം മതിയാകും. അപ്പം ഈ ദുർഘടം പിടിച്ച എന്ത് കാര്യമാണെങ്കിലും, ഏത് കാര്യമാണെങ്കിലും, എന്ത് അപകടമാണെങ്കിലും, ദുഷ്കരങ്ങളായ എന്ത് കാര്യങ്ങളായാലും അങ്ങയുടെ അനുഗ്രഹത്താൽ അത് എളുപ്പമുള്ളതായി തീരും. അത് ലോകത്തുള്ള സകല അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ അങ്ങയുടെ അനുഗ്രഹം ഒന്ന് മാത്രം മതിയാവും. ലോകത്തുള്ള സകല ദുഷ്കരമായ സകല പ്രയാസമുള്ള കാര്യങ്ങളും അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് അത് സുഗമമാക്കി തീർക്കാൻ പറ്റും. ദുർഗമമായതിനെ സുഗമമാക്കാൻ ഭഗവാന്റെ അനുഗ്രഹം ഒന്ന് മാത്രം മതി. ഹനുമാന്റെ അനുഗ്രഹം ഒന്ന് മാത്രം മതി. അടുത്തത് രാമദുവാരെ തും രഘുവാരെ ഹോത്തിന് ആജ്ഞ ബിനു പൈസാരെ. രാമദുവാരെ തും രഘുവാരെ ഹോത്തിന് ആജ്ഞ ബിനു പൈസാരെ. ശ്രീരാമ കവാടത്തിലെ കാവൽക്കാരൻ അങ്ങാണല്ലോ. അങ്ങയുടെ അനുജ്ഞയില്ലാതെ ആർക്കും രാമലോകം പ്രാപിക്കാനാവില്ല. അപ്പം ശ്രീരാമദേവ സന്നിധിയുടെ കാവൽക്കാരനായ അങ്ങയുടെ അനുവാദമില്ലാതെ ആർക്കും അവിടെ ആകുകയില്ല. ശ്രീരാമചന്ദ്രൻ്റെ കാവൽക്കാരനാണ് ആര്? ഹനുമാൻ. അപ്പം രാമലോകത്തെത്തണമെങ്കിൽ എന്ത് വേണം? ഹനുമാൻ്റെ അനുജ്ഞ വേണം, ഹനുമാൻ്റെ അനുവാദം വേണം. ഇവിടെ ഹിന്ദി രാമായണമായ ശ്രീരാംചരിത് മാനസിൽ തുളസീദാസ് ഹനുമാനെ വർണ്ണിച്ചിരിക്കുന്നതാണ് ഈ കേൾക്കുന്നത്. ഹനുമാനെ സ്തുതിക്കുന്നതാണ്, ഹനുമാനെ പ്രകീർത്തിക്കുന്നതാണ് ഈ ഹനുമാൻ ചാലിസ. അപ്പോൾ അതിലെ ഓരോ വരികളിലും ഹനുമാനെ പുകഴ്ത്തിക്കൊണ്ട്, ഭഗവാനെ കീർത്തിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും പറയുകയാണ്. കാരണം ശ്രീരാമചന്ദ്രൻ്റെ അനുഗ്രഹം അതേപോലെ ശ്രീരാമചന്ദ്രൻ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം
നിറഞ്ഞു നിൽക്കുന്ന ആളാണ് ഹനുമാൻ. അപ്പോൾ ഹനുമാനാണ് ശ്രീരാമ കവാടത്തിലെ കാവൽക്കാരൻ. അപ്പം ഹനുമാൻ്റെ അനുവാദമില്ലാതെ ശ്രീരാമദേവൻ്റെ ലോകത്തെത്താൻ ആവുകയില്ല. സബ് സുഖ് ലഹൈ തുമാരി സരണ തുമ രക്ഷ കാഹു കോഡറിന. സബ് സുഖ് 22ാമത്തെ ശ്ലോകമാണ്. സബ് സുഖ് ലഹൈ തുമാരി സരണ തുമ രക്ഷക കാഹു കോഡറിന. അങ്ങയെ ആശ്രയിച്ചാൽ സകല സുഖങ്ങളും ലഭിക്കും. അങ്ങയുടെ സംരക്ഷണത്തിൽ കഴിയുന്നവന് ഭയപ്പാടെന്തിന് എന്ന് വെച്ചാൽ എന്താണ്? ശരണം പ്രാപിക്കുന്നവരെ ഒരിക്കലും കൈവിടുന്നവനല്ല ആര്? ഹനുമാൻ സ്വാമി. അപ്പോൾ അങ്ങനെയുള്ള അങ്ങയുടെ സംരക്ഷണം ഉള്ളപ്പോൾ ഭയമെന്തിന്? അപ്പോൾ എന്താണ് വേണ്ടത്? അങ്ങയെ ആശ്രയിക്കുക എന്നുള്ളത് മാത്രമാണ് സകല സുഖങ്ങളും ലഭിക്കാനുള്ള മാർഗം. അപ്പം ഹനുമാനെ ആശ്രയിക്കുക. ഹനുമാനെ ആശ്രയിച്ചാൽ എന്തൊക്കെയാണ്? ശ്രീരാമചന്ദ്രൻ്റെ അനുഗ്രഹം മുഴുവൻ കിട്ടും. മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹവും ഉണ്ട്. മഹാവിഷ്ണുവാണ് ശ്രീരാമചന്ദ്രനായിട്ട് വന്നത്. അപ്പം മഹാവിഷ്ണുവിൻ്റെ പൂർണ്ണ അനുഗ്രഹം കിട്ടും. ആരെ ആശ്രയിച്ചാൽ? ഹനുമാനെ ആശ്രയിച്ചാൽ. ഇവിടെ പറയുന്നത് അങ്ങയെ ആശ്രയിച്ചാൽ സകല സുഖങ്ങളും ലഭിക്കും. അങ്ങയുടെ സംരക്ഷണയിൽ കഴിയുന്നവന് ഭയപ്പാടെന്തിന്? അങ്ങയെ ഹനുമാൻ സ്വാമിയെ ആശ്രയിക്കുന്നവർക്ക് ഹനുമാൻ സ്വാമിയുടെ സംരക്ഷണമുള്ളപ്പോൾ ഒരു ഭയപ്പാടിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഒന്നും ഭയപ്പെടേണ്ട കാര്യമില്ല. നമ്മുടെ എല്ലാ ദുഃഖങ്ങളും നമ്മുടെ എല്ലാ പ്രയാസങ്ങളും വായു വേഗത്തിൽ വന്ന് സംരക്ഷിക്കുന്ന, നമ്മുടെ എല്ലാ പ്രയാസങ്ങളും വായു വേഗത്തിൽ വന്ന് നമ്മളെ അനുഗ്രഹിച്ച് നമുക്ക് എല്ലാ സുഖങ്ങളും സന്തോഷങ്ങളും തരുന്ന ഹനുമാൻ സ്വാമിയെ എല്ലാവരും വന്ദിക്കുക, എല്ലാവരും സ്തുതിക്കുക, എല്ലാവരും പ്രകീർത്തിക്കുക. ഭഗവാനെ, നമ്മളീ ശ്വസിക്കുന്ന വായു തരുന്ന ഭഗവാനെ ഞങ്ങളെ എല്ലാവരെയും കാത്തുകൊള്ളണേ. ഭഗവാനെ, എല്ലാവരുടെയും പ്രശ്നങ്ങളും പ്രതിസന്ധികളും സങ്കടങ്ങളും എല്ലാം മാറ്റി എല്ലാവർക്കും വായു വേഗത്തിൽ വന്ന് സന്തോഷവും സമാധാനവും അനുഗ്രഹവും കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ശ്രീരാം. എല്ലാവർക്കും ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ.